എന്തായാലും സോഷ്യൽ മീഡിയ കയറുമ്പോഴേ ഈ ന്യായീകരണ ക്യാപ്സൂൾ തൊഴിലാളികളുടെ ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റാണ്. തോറ്റാൽ കൊടി മടക്കി വീട്ടിലിരിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. മരണം വരെയും പാർട്ടിക്കൊപ്പം. തോൽവി അംഗീകരിക്കുന്നു, അതിനെ ന്യായീകരിക്കാൻ നിൽക്കില്ല. അത് ഇത് എന്ന് പറഞ്ഞാൽ തോൽവിയെ വെളുപ്പിക്കാനും വരില്ല. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. പാർട്ടിക്കും പാർട്ടി സഖാക്കൾക്കും ഒപ്പം സൈബർ കടന്നലായി മുന്നോട്ട് തന്നെ. കടന്നല്ലോ. പഴയ പോസ്റ്റൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ട്രോളുകളെ പോസിറ്റീവായി തന്നെ എടുക്കും. ഇനിയാണ് ഞങ്ങളുടെ ഊഴം. ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വാവ്. നെക്സ്റ്റ്. ആക്രി പെറുക്കി വീട് വെച്ചു കൊടുത്തവരെ തോൽപ്പിച്ച് കോടികൾ പിരിച്ചു മുക്കിയവരെ ജയിപ്പിച്ചു. എന്താ അല്ലേ? തിരിച്ചു വരും. വിൽ കറക്റ്റ് ആൻഡ് കം ബാക്ക്. വാവ്. അയ്യപ്പനും കോശിയിലെ മരണപ്പെട്ടു പോയ അനിൽ നെടുമങ്ങാടിൻ്റെ ക്യാരക്ടറായ കോശിയായ പൃഥ്വിരാജിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. കാക്കിയിട്ടുകൊണ്ടാണ് അയ്യപ്പൻ നായരൊന്ന് ഒതുങ്ങിയത്, മയപ്പെട്ടത്. ആ കാക്കിയാണ് നീ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാൻ പോകുന്നതെന്താ? അതുപോലെ ഇവരുടെ മുഖ്യമന്ത്രി കുപ്പായമായിരുന്നു നിങ്ങൾ ഇന്ന് ഊരി വെച്ചത്. ഇനി കണ്ടറിയണം സംഘികളെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. സംഘികളോ? സംഘികളെ കൊണ്ട് കുത്തിക്കിരി. അത് കൊള്ളാം. ഇനി വേറൊരു സാധനമുണ്ട്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ചില ഐറ്റംസ് ഒക്കെ തിരിച്ച് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പോലീസ് ആക്രമണം. എന്താ ഇത്? അങ്ങോട്ട് എന്നാ പറയുന്നത്, ഏതാണ്ട് വലിച്ചെറിഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയോ കേട്ടോ ഈ പിള്ളേർ സെറ്റിനെ. നമ്മുടെ ഭരണം പോയി, ഈ പഴയ പോലെ സംരക്ഷിക്കാൻ ആളില്ല. അപ്പം കൊടുത്തതൊക്കെ മിക്കവാറും തിരിച്ച് കിട്ടും. അതുകൊണ്ടൊന്ന് ഒതുങ്ങി നടന്നോളാൻ ആ പിള്ളേരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. ഇതിനിടയ്ക്ക് വേറൊരു സാധനം വന്ന് കയറിയിട്ടുണ്ട്. ഈ സമയവും കടന്നു പോകും. നേമത്ത് ഇല്ലാലില്ലാഹി വ ഇന്നാ ഇയാജി. എനിക്കറിയത്തില്ല അത്. പിന്നെ നേമത്ത് ജനാധിപത്യം മരിച്ചു, വർഗീയതയും പണാധിപത്യവും വിജയിച്ചു, നിശബ്ദമായിരിക്കുന്ന മനസ്സ്, അങ്ങനെ ഏതാണ്ടൊക്കെ. അതായത് വർഗീയത, അതായത് BJP 3 സ്ഥലത്ത് ജയിച്ചല്ലോ, അവിടെയെല്ലാം വർഗീയത, ബാക്കിയുള്ളിടത്തെല്ലാം നല്ല സൂപ്പറാണ്, ബാക്കിയുള്ളിടത്തെല്ലാം മതേതരത്വം. ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റ് വന്ന് ചാടിയിട്ടുണ്ട്. അതായത് ആസാം ആൻഡ് ബംഗാൾ ആർ ക്ലിയർ കേസ് ഓഫ് ദ ഇലക്ഷൻ ബീയിങ് സ്റ്റോളൻ ബൈ ദ BJP വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ EC ഇലക്ഷൻ കമ്മീഷൻ. We agree with Mamata ji. More than 100 seats were stolen in Bengal. We have seen this playbook before. മധ്യപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര ലോക്സഭ 2024. അതായത് അവിടെയെല്ലാം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് BJPക്ക് ടൈപ്പായിരുന്നു പോലും. അപ്പോൾ കേരളത്തിൽ മാത്രം കുഴപ്പമില്ല കേട്ടോ. കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ടൈപ്പും ഇല്ല. പോരാത്തതിനാണെങ്കിൽ ഇവിടുത്തെ EVM മെഷീനൊക്കെ അടിപൊളി സൂപ്പർ. ഇത്രയും പെർഫെക്റ്റ് EVM മെഷീൻ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഇനിയിപ്പോൾ കനലൊരു തരി എന്ന് പറയാനും ഇല്ല, ആ തരിയും കെട്ടടങ്ങി. ഇനിയിപ്പോൾ എങ്ങും തരിയില്ല, കനലും ഇല്ല, ഒന്നുമില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇനി ഊതിയാൽ പോലും കത്തത്തില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമേ എന്തുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇല്ലാതായി പോയത്, ഇപ്പം ലാസ്റ്റ് കേരളത്തിൽ ഇല്ലാതായി പോയെന്ന് ഞാൻ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജെമിനി ചേച്ചിയോടും ChatGPT ചേച്ചിയോടും ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം അവർ പറയുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യം തന്നെ. വ്യവസായ സംരംഭങ്ങളും മറ്റുമൊന്നും ഇല്ല. യുവാക്കൾക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു സംവിധാനം അവിടെ ഇല്ല. പഠിച്ചിറങ്ങുന്നു, ഇവരെ എന്നാ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ടോ വല്ലതും കയറി ഒരു വ്യവസായം വല്ലതും ഉണ്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ അവിടെ അതാ സംഭവിച്ചത്. വ്യവസായവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലേ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദാകും പൈങ്കിളി. പിന്നെ അതുപോലെ തന്നെ മുതലാളി എന്ന് പറയുന്ന സംഭവം ഇവിടെ വേണ്ട. എന്ത് ചെയ്യാനാ, നല്ല മികച്ച ഒരു ആശയമായിപ്പോയി. എന്തായാലും ആ ആശയത്തിൻ്റെ കാര്യം ഒരുമാതിരി തീരുമാനമായല്ലോ, സന്തോഷം. പിന്നെ ഇവിടെ എന്തോ വലിയ മാറ്റം വന്നിരിക്കുന്നതെന്നാണ് ആൾക്കാർ തള്ളിമറിക്കുന്നത്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇടത്ത് കാലയിലും വന്ന് വലത്ത് കാലയിലോട്ട് മാറ്റി, സ്വാഭാവികമാണല്ലോ. നമ്മുടെ പ്രബുദ്ധ ജനങ്ങൾ സാധാരണഗതി ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇടത്ത് കാലയിലും വന്ന് വലത്ത് കാലോട്ട് മാറ്റുക, വലത്ത് കാലയിലും എടുത്തിട്ട് ഇടത്ത് കാലോട്ട് മാറ്റുക. അല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചത്? അല്ലെ പിന്നെ തമിഴ്നാട്ടിലെ പോലെ ആയിരിക്കും. തമിഴ്നാട്ടിലെ കണ്ടില്ലേ, TVK വിജയുടെ പാർട്ടി ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ, ഈ 2 പാർട്ടിയും നമുക്ക് വേണ്ട, പുതിയൊരു പാർട്ടിയെ നമുക്കൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കണ്ടോ. എല്ലാവരും കളിയാക്കുമല്ലോ, തമിഴന്മാരെ വേറൊരു പേര് വിളിച്ച് കളിയാക്കുമല്ലോ. അതൊക്കെയാണ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും 2 പേരും മാറി ഭരിച്ച് നമ്മുടെ നാട് നശിപ്പിച്ചു. എന്നാൽ പിന്നെ പുതിയ ഒരാളെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഇല്ലെങ്കിൽ വേണ്ടെന്നേ, അവരത് ചെയ്തല്ലോ. പക്ഷേ പ്രബുദ്ധരായ മലയാളികൾക്ക് ഇതുവരെ വെട്ടം വീണിട്ടില്ല. അവർ നേരെ അപ്പുറത്തോട്ട് ചാടും, ഇപ്പുറത്തോട്ട് ചാടും, അങ്ങനെ ചാടും, ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുക. പ്രബുദ്ധർ എന്നുള്ള വിളി മാത്രമാണ് ബാക്കി. അപ്പോൾ അതുകൊണ്ടാണ് BJP തൽക്കാലം പുറകോട്ട് വലിഞ്ഞു നിന്നത്. ഈ പ്രബുദ്ധരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണെന്ന് അവർക്കറിയാം, അനുഭവിച്ചേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം കോൺഗ്രസ് കയറി ഇരിക്കട്ടെ. ഈ കടം കയറി മുടിഞ്ഞിരിക്കുന്ന സംസ്ഥാനത്തേക്ക് കോൺഗ്രസ് കയറി ഇരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നൈസായിട്ട് വരാം. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് BJP ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.